ഗൈസ് ഗുഡ് മോർണിംഗ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പാലൂക്കൻ സിറ്റിയിലാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഗോവ കമ്മ്യൂണിറ്റിയിലെ പാലൂക്കൻ സിറ്റി. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ബോർവെല്ലുണ്ട്. ബോർവെല്ലിൽ നിന്ന് രാവിലെ തന്നെ എല്ലാവരും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വെള്ളം അടിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഇതാണ് ചെറിയൊരു സിറ്റിയാണ് പാലൂക്കൻ സിറ്റി. അത് മനോഹരമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല മനോഹരമായിട്ടുള്ളൊരു സിറ്റി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പാലൂക്കൻ സിറ്റി ഫോപ്പോ കമ്മ്യൂണിറ്റിയിലാണ്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മുടെ ട്രെയിനിങ് സെഷൻ നടക്കുന്ന അവിടെ മൂള് വശത്തായിട്ടാണ്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഈ പാലൂക്കൻ സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ കിട്ടി. അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തായിരുന്നു. ഓക്കെ ഗൈസ്, ഇതാണ് പാലൂക്കൻ സിറ്റി. പാലൂക്കൻ സിറ്റിയുടെ എക്സാക്റ്റ് ഒരു രൂപമാണിത് കേട്ടോ. ചെറിയൊരു സിറ്റിയാണ്. അത്യാവശ്യം കുറേ ദൂരം സഞ്ചരിച്ചാണ് നമ്മൾ 3-4 മണിക്കൂർ 4-5 മണിക്കൂറിന് മുകളിൽ യാത്ര ചെയ്ത് നമ്മളിവിടെ വന്നതാണ്. നമ്മൾ വന്നത് ഈ വഴി കൂടെയാണ്. ആ സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത്. ബാർക്ലി വേ ആ ഏരിയയ്ക്ക് ആ സൈഡിൽ കൂടിയാണ്. ആ സൈഡിൽ കൂടെ വന്ന് ഈ റോഡിലൂടെ വന്ന് നമ്മൾ നേരെ അവിടെയായിട്ടാണ് നമ്മൾ പോയത്. സ്റ്റേ ഒക്കെ അവിടെ ആയിരുന്നു. അപ്പോൾ ഇതാണ് പാലൂക്കൻ സിറ്റി. ഈ ഫോർപ്പോ കമ്മ്യൂണിറ്റിയിലെ ഒരു വലിയ അത്യാവശ്യം ഒരു ഏരിയയാണ്. ഇവിടെ നിന്ന് നമുക്കിനിയും ഗ്രാൻജീരിയ ഏരിയയിലോട്ടൊക്കെ നമുക്ക് പോകാം. ഇത് നോക്കുക, ഇവിടെ 4 സൈഡും ഫോറസ്റ്റ് പോലെ നല്ല കാടുകളൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ടവർ ഒരെണ്ണം ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ സിഗ്നലില്ല കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്, സിഗ്നലില്ല. രാത്രി 12 മണി അങ്ങാണ്ടാകുമ്പോഴത്തേക്കിനും ഇവിടെ സിഗ്നൽ വരുമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അത്ര പകലൊക്കെ ഒന്നും സിഗ്നലില്ല. ഇപ്പോഴാണേലും സിഗ്നൽ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഇതൊക്കെയാണ് പാലൂക്കൻ സിറ്റിയിലെ. നോക്ക്, വീട് കാര്യങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണെന്ന്. അടിപൊളിയല്ലേ? ചെറിയ റോഡുകളൊക്കെ അങ്ങോട്ട് കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ കറക്റ്റായിട്ടും പാലൂക്കൻ സിറ്റി, സിറ്റി ജംഗ്ഷൻ ഇതാണ് കേട്ടോ. ഇതിവിടെ ഞാൻ പറഞ്ഞ രാവിലെ നമ്മൾ കണ്ട അടിപ്പൈപ്പ് കാര്യങ്ങളൊക്കെ അതാണ്. അതായത് ബോർവെല്ല് സിറ്റിയുടെ നടുക്കായിട്ട് തന്നെ ബോർവെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ആൾക്കാർ വെള്ളമൊക്കെ എടുക്കുന്നത്. പിന്നെ അതിന് ചുറ്റും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു കേരളീയൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിൽക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ വസ്ത്രധാരണമൊക്കെ ആൾക്കാരൊക്കെ നോക്കുകയും നമ്മുടെ കേരളത്തിലെ ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ടാണ് ഇതിൽ നടന്നത്. അപ്പം എല്ലാവരും ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ഇതിൽ എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ ഇതുപോലെ കേരാദികൾ തെങ്ങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. തെങ്ങും പിന്നെ അതുപോലെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് വലിയ മരങ്ങളൊക്കെ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. നോക്ക്, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം. എല്ലാ വീടിൻ്റെ പരിസരമൊക്കെ നല്ല തൂത്ത് തുടച്ച് നീറ്റാക്കി ഉള്ളതൊക്കെ നല്ല നീറ്റാക്കി ഇടും കേട്ടോ. അതിൽ കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടില്ലെങ്കിലും എല്ലാം നല്ല തൂത്ത് തുടച്ച് നീറ്റാക്കി അടിപൊളിയായിട്ട് ഇടുന്ന ഒരു പ്രതീതിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് എല്ലാ വീടിൻ്റെയും മുറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പാലൂക്കൻ സിറ്റി, ഇതൊരു ഡ്രീം പ്ലേസ് ആയിരുന്നു ഇവിടെ വരണം എന്നുള്ളത്. അങ്ങനെ ആ ഡ്രീം പ്ലേസിലേക്ക് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പാലൂക്കൻ സിറ്റിയിലെ വിശേഷങ്ങൾ. ഇവിടെ ഈ പറയുന്ന പോലെ നമ്മൾ ബാർക്ലി വേയിൽ കാണുന്ന പോലെ ഒക്കെ തന്നെയാണ്. പക്ഷേ മേരിലാൻഡ് കൗണ്ടിയിലെ പ്ലീബോ ജംഗ്ഷനിലെ പോലെ അത്ര വലിയ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഇല്ല. കാരണം ഇവിടേക്ക് സാധനങ്ങൾ എത്തിപ്പെടുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. ഇതിവിടുത്തെ ബൈക്ക് ടാക്സിക്കാരൊക്കെയാണ്. ബൈക്ക് ടാക്സി ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ സാധനങ്ങൾ എത്തിക്കുന്നത് ഏറ്റവും വലിയ റിസ്ക് ഉള്ളൊരു കാര്യമാണ് ഇവിടുത്തെ സംബന്ധിച്ച്, ഇവിടുത്തെ ആൾക്കാർക്ക്. സോ അതുകൊണ്ട് നമ്മളിന്നലെ കണ്ടില്ലേ, അതുപോലെ ഈ വലിയ ജാറിനകത്ത് കൊണ്ടുവരുന്നത്, ബൈക്കിൽ ജാറ് കൊണ്ടുവരുന്നത്, അത് പെട്രോളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതുപോലെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും വലിയ റിസ്ക് പിടിച്ച കാര്യമാണ്. ഇവിടെയൊക്കെ ടാറൊന്നും ചെയ്തിട്ടില്ല. ടാർ ചെയ്യാത്ത റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളാണ്. ഇത് ഗസ്റ്റ് ഹൗസ് ആണെന്നാണ് പറഞ്ഞത്. ഗസ്റ്റ് ഹൗസും ഇതുപോലെ കമ്മ്യൂണിറ്റി ഹാളും കാര്യങ്ങളൊക്കെയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഈ വ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കരമായിട്ട് രാവിലെ തന്നെ ഭയങ്കര മനസ്സ് ഇങ്ങനെ നിറഞ്ഞു കേട്ടോ. അടിപൊളിയൊരു വ്യൂ ആണ്. എല്ലാ വീടുകളുടെയും മുകൾ വശം ഇതുപോലെ ടിൻ ഷീറ്റാണ്. വീട് സൈഡ് ഫുള്ള് പണിതിരിക്കുന്നത് മണ്ണുകൊണ്ട് തന്നെയാണ്. മണ്ണും കമ്പ് കൊണ്ടുമാണ് പണിതിരിക്കുന്നത്. എന്നിട്ട് അത് സിമെൻറ്റ് കൊണ്ട് തേച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ചിലർക്കൊക്കെ തേച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, ചിലർ അതുപോലെ തന്നെ നിർത്തിയിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം പൈസ ഉള്ളവർ തേച്ച് സെറ്റ് ചെയ്യും, സിമെൻറ്റ് കൊണ്ട് തേച്ച് സെറ്റ് ചെയ്യും. ഇല്ലാത്തവർ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഈ മണ്ണ് അതുപോലെ തന്നെ നിലനിർത്തിയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിത്. കുറേ വീട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പണിയുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ ട്രെയിനിങ് സ്റ്റേഷനിൽ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് ഏറ്റവും മനോഹരമായിട്ട് ഉള്ളൊരു കാഴ്ചയാണ്. ഇപ്പോഴും ഈ പച്ചപ്പൊക്കെ നിലനിർത്തി ആണ് ഇവർ പോകുന്നതെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ സൈഡിലായിട്ട് തന്നെ അതിൻ്റെ ഈ ഒരു ടവർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നെറ്റ്വർക്കിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര, ഓൾറെഡി കാർമേഘമൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ടായിരിക്കും നെറ്റ്വർക്കിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. നോക്കുക ഗൈസ്, ഇത് ഇങ്ങനത്തെ ടവർ സെറ്റപ്പൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ആൻറ്റിന പോലെ എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ അവിടെയൊക്കെ എല്ലാം വലിയ ഇതിനെക്കാട്ടും ഭയങ്കര ഹൈറ്റും ഒക്കെ ഉള്ള ടവറുകളൊക്കെയാണ് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്നത്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ടവർ, ഇങ്ങനത്തെ സംഭവം കാണുന്നത് കേട്ടോ. എനിക്ക് എന്തോ അതിൻ്റെ ഒരു സിഗ്നൽ പ്രോബ്ലമൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നിലവിൽ എനിക്ക് സിഗ്നലൊന്നും ഇല്ല കേട്ടോ. സിഗ്നൽ എനിക്കിവിടെ കിട്ടുന്നില്ല. ഇതാണ് ടവർ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ നെറ്റ്വർക്ക് ഒട്ടും കിട്ടുന്നില്ല കേട്ടോ. മേ ബി കാർമേഘമൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അല്ലാതെ തന്നെ ഇവിടെ നെറ്റ്വർക്ക് കിട്ടാറില്ല. വളരെ വൈകുന്നേരങ്ങളിൽ മാത്രമേ ഉള്ളൂ, 12 മണിക്ക് ശേഷം മാത്രമേ നെറ്റ്വർക്ക് കിട്ടാറുള്ളതെന്നാണ് ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കേട്ടോ. ഞാനിപ്പോൾ 3-4 ദിവസമായി വീട്ടിലോട്ട് വിളിക്കുകയും വീട്ടുകാരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട്. ഗൈസ്, റോഡിന് നടുക്കൊരു കുഴി കണ്ട് നോക്കിയതാണ് കേട്ടോ. നോക്കിയപ്പം ഇതുണ്ടോ ഗൈസ്, ഇതാണ് ഇവിടെ കനാൽ പോലെ എന്തോ ഉണ്ട്. അതിനുവേണ്ടി അങ്ങാണ്ട് ഇട്ട കുഴിയാണ് കേട്ടോ. അല്ല, അതിനുവേണ്ടി ഇട്ട ക്രോസ് കമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് വലിയ ഗർത്തമായി. രാത്രിക്കാരെല്ലാം വന്ന് പെട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ ഗൈസ്? എന്താണ് അവസ്ഥയല്ലേ? വികസനം വേണം, വികസനം വേണം. നമ്മളിപ്പോൾ നടന്ന് ഇവിടെ വേറൊരു സെൻറ്ററിലോട്ട് പോവാം കേട്ടോ. കാരണം കമ്മ്യൂണിറ്റി ഹാളാണോ അതോ സിറ്റി ഹാളെന്നാണ് പറഞ്ഞത്? സിറ്റി ഹാള്. ഹൗ യു യാ, സിറ്റി ഹാള് ഓപ്പൺ അല്ല. അപ്പം അവിടെ ഒരു ചർച്ചിലേക്ക് അങ്ങോട്ട് പോവാണ്. റോഡൊക്കെ ഫുള്ള് ചളവളയാണ്. ഈ ജാംബയുടെ ജന്മദേശം ആഫ്രിക്കയാണ് കേട്ടോ എന്നാണ് എൻ്റെ അറിവ്. ഇവിടെ ഒരു ചർച്ചിൽ വന്നപ്പോഴത്തേക്കിനും കണ്ടതാണ് ജാംബ ഇവിടെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഇതിനിവർ സൈഡ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് മുറുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഗൈസ്. ഇവിടെ ഈ തടിയിൽ ഹോളിങ്ങനെ കൊത്തി എടുത്തിട്ട് വേറെ കമ്പ് കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കണ്ടോ. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് സ്കിന്നല്ല, ഇത് ഈ ഫ്ലെക്സിൻ്റെ കവറാണ്. നോക്ക്, എല്ലായിടത്തും ഇതുപോലെ തന്നെ 3-4 അതിൽ തന്നെ കുറച്ച് ഒരു 3, 2, 5 ലോക്കാണ് കേട്ടോ ഉള്ളത്. അടിപൊളിയല്ലേ? ഇതിനുപയോഗിച്ചിരിക്കുന്നത് കയറല്ല കേട്ടോ, ഈ മുളയുടെ തന്നെ ഇത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്.